നമസ്കാരം. ADGP PV അൻവർ പോര് ശക്തമാകുന്നതിനിടെ വിവാദമൊതുക്കാൻ 16ാമത്തെ അടവുമായി എത്തുകയാണ് നേതാക്കൾ. ഓണം വന്നാലും വിഷു വന്നാലും കോരനെന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയും പോലെ വിവാദങ്ങൾ ഒതുക്കാൻ വിവാദത്തിൽ ഉയർന്നു കേൾക്കുന്ന താഴെ തട്ടിൽ ഏതെങ്കിലും പോലീസുകാരനെ ഇരയാക്കുക, അയാൾക്കെതിരെ നടപടിയെടുക്കുക എന്നത് ഒരു സ്ഥിരം പല്ലവിയാണ്. ആ സ്ഥിരം പല്ലവി തന്നെയാണ് ഈ വിഷയത്തിലും ആവർത്തിക്കാൻ പോകുന്നത് എന്നതാണ് സൂചന. അതായത് ഭരണപക്ഷ MLA ആയിട്ടുള്ള PV അൻവറിനെ ഒതുക്കാൻ പോലീസുകാർ തന്നെ ഒരു പോലീസിനെ ഇരയാക്കി മാറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് അൻവറിന് നിയമ വിധേയനയല്ലാതെ വിവരങ്ങൾ ചോർത്തി നൽകിയിരിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. അയാളെ പൊക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ പോലീസുകാരനെ കണ്ടെത്തി അയാളെ ഒതുക്കിക്കഴിഞ്ഞാൽ അൻവർ നിശബ്ദനായിക്കോളും എന്ന നിലയിലേക്കാണ് പലരും കാര്യങ്ങൾ എത്തിക്കുന്നത്, എന്ന നിലയിലേക്കാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് MLA PV അൻവറിനെ ഒതുക്കാൻ പോലീസിന്റെയും സർക്കാരിലെയും കാര്യങ്ങൾ പുറത്തു പറയാൻ MLAയെ സഹായിച്ചിട്ടുള്ള ആ പോലീസുകാരൻ ആരാണ് എന്ന് കണ്ടെത്തണം, അദ്ദേഹത്തെ നിരീക്ഷണത്തിലാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളതാണ് സൂചന. അൻവറിന് രഹസ്യങ്ങൾ ചോർത്തിയ സംഭവത്തിൽ പോലീസിനും പങ്കുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കം നടക്കാൻ പോകുന്നത്. പോലീസിലെ വിവരങ്ങൾ ചോർന്നതിൽ DGP ഇന്റലിജൻസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു. രഹസ്യങ്ങൾ ചോർത്തി എന്ന് സംശയിക്കുന്ന 2 SP-മാരും ഒരു DYSP-യുമാണ് ഇതിന്റെ ഭാഗമായിട്ട് നിരീക്ഷണത്തിലുള്ളത്. അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നതാണ് ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും PV അൻവറിനെ ഒതുക്കാൻ ഇനി ആ രഹസ്യ വിവരം നൽകുന്ന ആളെ ഒതുക്കിയാൽ മതി എന്നുള്ള നിലപാടിലേക്ക് ഇവിടുത്തെ ഭരണവർഗം എത്തുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അൻവറിനെതിരെ പോലീസ് ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം അൻവർ ചെയ്തതും തെറ്റാണ്. അൻവർ ഫോൺ ചോർത്തി എന്ന് പറയുന്നതൊക്കെ നിയമത്തിന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അൻവറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സമയത്ത് പോലും പോലീസ് അൻവറിനെതിരെ അന്വേഷണമൊന്നും ആരംഭിച്ചിട്ടില്ല. ആദ്യം പോലീസുകാരെ വലയിലാക്കുക, അതിലൂടെ അൻവറിനെ നിയമ നടപടികളിൽ പെടുത്താതെ രക്ഷപ്പെടുത്തുക എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഫോൺ ചോർത്തി എന്ന കാര്യം അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞതുകൊണ്ട് ആ പോലീസുകാരനെ നിരീക്ഷിക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെയൊക്കെ തീരുമാനം. ഇത് അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തെളിവായിട്ടും കണക്കു കൂട്ടുന്നുണ്ട്. ഇതെന്തായാലും ഇതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖ പുറത്തു വിടുന്നത് ആര് എന്നുള്ള ഒരു ചോദ്യം വലിയ ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് RSS അനുഭാവികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്നുള്ള രേഖ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അൻവർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതും. പോലീസ് ആഭ്യന്തര തലത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് അത്. അതുകൊണ്ട് ആരാണ് ആ റിപ്പോർട്ട് ചോർത്ത് നൽകിയത് എന്നതാണ് അന്വേഷിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറുവശത്ത് പോലീസ് വിവാദങ്ങൾ ഇങ്ങനെ ഒതുക്കാൻ ഒരു ഭാഗത്ത് നിന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് PV അൻവറിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവർ MLAക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് V മുരളീധരൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടപടി PV അൻവർ MLAക്കെതിരെ നിയമ നടപടി വേണമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ പറഞ്ഞത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഈ കാര്യം ആവശ്യപ്പെട്ട മുരളീധരൻ കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഫോൺ ചോർത്താനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഈ കത്തിൽ പറയുന്നുവെന്നാണ് വിവരം. ഫോൺ ചോർത്തലിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള ഫോൺ ചോർത്തൽ ഭരണവിരുദ്ധവും പൗരാവകാശ ലംഘനവുമാണ് എന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും PV അൻവർ ADGP പോര് മറ്റ് പല തലങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സേനയെ തന്നെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉടൻ തന്നെ വേണം എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെയും അഭിപ്രായം.